പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ NXTയുടെ സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ പുതിയ NXT ചാമ്പ്യനായി ട്രിക് വില്യംസ് ഇല്യ ഡ്രാഗനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചതിനെ സംബന്ധിച്ചാണ്. അതിനു മുൻപ് സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ചെറിയ അപ്ഡേറ്റ്സ് പങ്കുവെക്കാം. അതിൽ ആദ്യത്തേത് മെയിൻ റോസ്റ്ററിലെ റെസ്ലറായ ഷെയ്ന ബെയിൽസറിൻ്റെ NXTയിലേക്കുള്ള തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അടുത്ത ആഴ്ചത്തെ NXTയുടെ സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ നടക്കാൻ പോകുന്ന NXT അണ്ടർഗ്രൗണ്ട് മത്സരത്തിൽ ലോല വൈസും നട്ടാലിയയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൻ്റെ കോൺട്രാക്റ്റ് സൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സെഗ്മെൻറ്റിന് ഇടയിലാണ് ഷെയ്ന ബെയ്സ്ലറുടെ സർപ്രൈസ് റിട്ടേൺ NXTയിലേക്ക് വേണ്ടി അവർ നടത്തിയത്. ഷെയ്ന ബെയ്സ്ലർ വന്നിട്ട് വലിയ ഒരു തരംഗം ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ സാധിക്കില്ല. നട്ടാലിയയുടെ ആ ഒരു ഭാഗത്ത് ഒരു ആധിപത്യം കൊടുക്കുന്നത് പോലെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം മെയിൻ ഈവൻറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ട്രിക് വില്യംസ് പുതിയ NXT ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു. ഇല്യ ഡ്രാഗനോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രിക് വില്യംസ് വിജയിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ കുറച്ചു മാസമായി ട്രിക് വില്യംസിന് ആരാധകരുടെ ഇടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ സപ്പോർട്ട് തന്നെയാണ്. കൂടാതെ ഇല്യ ഡ്രാഗനോവിനെ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയിൻ റോസ്റ്ററിലേക്ക് കൂടുമാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് NXT ബ്രാൻഡിന് പുതിയ ചാമ്പ്യനെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രിക് വില്യംസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവർക്ക് മുന്നിലല്ല. അതുകൊണ്ടാണ് ട്രിക് വില്യംസ് പുതിയ NXT ചാമ്പ്യനായത്. ഇനി ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ആരംഭിക്കുന്ന ഡ്രാഫ്റ്റിൽ NXTയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വമ്പൻ സർപ്രൈസുകൾ ഡ്രാഫ്റ്റ് 2024 ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് ഒരു റൂമർ പോലെ കേൾക്കാൻ സാധിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറെ സംബന്ധിച്ചുള്ളതാണ്. അടുത്ത ആഴ്ചക്കുള്ളിൽ WWEയിൽ ജേക്കബ് ഫാറ്റു ഡെബ്യൂ ചെയ്യുമെന്നാണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ റോസ്റ്ററിന് വേണ്ടിയിട്ടാണ് ജേക്കബ് ഫാറ്റു ഡെബ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗം ആയിട്ടായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. കാരണം ജേക്കബ് ഫാറ്റും റോമൻ റെയിൻസിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആ ഒരു റെസ്ലറാണ്. റോമൻ റെയിൻസിൻ്റെയും ബ്രോക്കൻ്റെയും ആ ഒരു ഫാമിലി ട്രീ അവർ പങ്കുവച്ച സമയത്ത് ജേക്കബ് ഫാറ്റുവിൻ്റെ പേരും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ജേക്കബ് ഫാറ്റുവിൻ്റെയും കൂടി ബ്ലഡ് ലൈൻ്റെ ഒരു മെമ്പറാക്കി കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ജേക്കബ് ഫാറ്റുവിനെ WWE കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത്. പിന്നീട് ആ ജേക്കബ് ഫാറ്റുവിൻ്റെ ഡെബ്യൂവും അവർ നടത്താൻ പോകുന്നു. സ്മാക്ഡൗണിലേക്കാണ് ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ജേക്കബ് ഫാറ്റു വരുന്നതോടുകൂടി ബ്ലഡ് ലൈൻ സ്റ്റോറി ഒന്നും കൂടി മികച്ചതായിരിക്കും. കാരണം സോളോ സിക്കോവയുടെ നേതൃത്വത്തിൽ പുതിയൊരു ബ്ലഡ് ലൈൻ ആയിരിക്കും നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുക. ഓൾറെഡി ടാമ ടോങ്ക എന്ന പുതിയ മെമ്പറിനെ ആഡ് ചെയ്ത് ജിമ്മി ഊസോയെ പുറത്താക്കി. ഇനി ജേക്കബ് ഫാറ്റും കൂടി വരുമ്പോൾ ബ്ലഡ് ലൈൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ സ്റ്റോറി ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ സ്റ്റോറി അവർക്ക് തുടങ്ങാനും സാധിക്കും. MLW എന്ന കമ്പനിക്ക് വേണ്ടിയും ഇൻഡിപെൻഡൻ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിലും മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള റെസ്ലർ കൂടിയിട്ടാണ് ജേക്കബ് ഫാറ്റു. MLW കമ്പനിയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ കൂടിയായിരുന്നു ജേക്കബ് ഫാറ്റു. ജേക്കബ് ഫാറ്റു ഒരു ഹൈ ഫ്ലൈയിങ് റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ മികച്ച മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബ്ലഡ് ലൈൻ ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും മികച്ച റെസ്ലർമാരിൽ ഒരാളാണ് ജേക്കബ് ഫാറ്റു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആരാധകരും പങ്കുവെക്കുന്നത്. മികച്ച സ്റ്റോറി ലൈനിലോട് കൂടി ബ്ലഡ് ലൈൻ അടുത്ത ഒരു എറയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.